മഹാദേവന്റെ ചോദ്യം കേട്ട ആ സ്ത്രീ താൻ കൂളിവാകിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. അവളെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാനിൽ അനുരാഗമുണർന്നു. അദ്ദേഹം ആ വനകന്യകയെ സ്വന്തമാക്കാൻ അതിയായി ആഗ്രഹിച്ചു. ഒരു സാധാരണ കാട്ടുവാസിയായി വേഷം മാറിയ ഭഗവാൻ അവളുടെ അരികിലേക്ക് മെല്ലെ നടന്നെടുത്തു. അല്ലയോ യാത്രിക, അമ്മ ആരാണ്? ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് എന്തിനാണ് അലഞ്ഞെതിരിയുന്നത്? കാണാൻ ഒരു സാധാരണ ആളെ പോലെ ഉണ്ടെങ്കിലും അങ്ങയുടെ കണ്ണുകളിൽ ഒരു തേജസ് ജ്വലിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി എന്നോണം മഹാദേവൻ പറഞ്ഞു, ഞാൻ ഈ കാനനങ്ങളിൽ നായാട്ട് നടത്തി ജീവിക്കുന്ന ഒരു വേട്ടക്കാരനാണ്. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഒരു കാമുകരെന്ന് പറയാം. തന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഈ അപരിചിതന്റെ മാതൃക പ്രഭാവത്തിൽ അവൾ ആകെ അമ്പരന്നു. വസ്ത്രധാരണത്തിലും നടപ്പിലും അയാൾ ഒരു കാട്ടുവാസിയാണെങ്കിലും എന്തോ ഒരു ദൈവികത അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. സത്യം പറയും, വേഷം മാറി വന്ന് അങ്ങ് ആരാണ്? എവിടുന്നാണ് വരുന്നത്? മഹാദേവൻ തികഞ്ഞൊരു പുഞ്ചിരിയോടെ ആ സ്ത്രീയോട് പറഞ്ഞു, നീ എന്നെ ആരെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. എങ്കിലും ഈ നിമിഷം മുതൽ ഞാൻ നിനക്ക് കൂളിവാകനാണ്. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല, കാത്തിരിക്കുക. പരമശിവൻ സ്വയം കൂളിവാകൻ എന്ന് വിശേഷിപ്പിച്ചതോടെ ആരംഭിക്കുന്നത് ഒരു മഹാ അവതാരത്തിന്റെ അധ്യായമാണ്.